Hello children, 2017 JEE Advanced Paper 2 ചോദിച്ച ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വലിയൊരു പാരഗ്രാഫ് വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ 15th 16th ഈ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് തന്നിട്ടുണ്ട്. ഒരു RC സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അതുപോലെ പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ടും RC സർക്യൂട്ട് തന്നെയാണ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ ഫസ്റ്റ് സിറ്റുവേഷൻ സെക്കൻഡ് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഞാൻ ഈ ഓരോരോ പ്രോസസ്സ് സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോസസ് 1 ബന്ധപ്പെട്ടതാണ് 15th ക്വസ്റ്റ്യൻ, പ്രോസസ് 2 ബന്ധപ്പെട്ടതാണ് 16th ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ആദ്യമേ പ്രോസസ് 1 കുറിച്ച് ചിന്തിക്കാം. പ്രോസസ് 1 പറയുന്നത് എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിക്കൂ. ഇൻ ദ സർക്യൂട്ട് the switch S is closed at t is equal to 0 and the capacitor is fully charged to potential V0. Charging continues for the time t is much greater than RC. In the process, some dissipation ED occurs across the resistor. The amount of energy finally stored the fully charged capacitor is EC. എങ്കിൽ ഈ പ്രോസസ്സിൽ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ EC ആണെന്നും ഹീറ്റ് ഡിസിപ്പിയേറ്റഡ് ED ആണെന്നും തന്നിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ചാർജ്ഡ് എന്ന് പറയുന്നുണ്ട് ടു പൊട്ടൻഷ്യൽ V0. ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയതിനു ശേഷം ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V0 ആണ്. ഈ ഫുള്ളി ചാർജ്ഡ് ആകുന്ന എപ്പോഴാണ്? ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യലും ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലും സെയിം ആകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് 0 ആകുമ്പോഴാണ്. അപ്പോൾ ബാറ്ററി പൊട്ടൻഷ്യൽ V എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, V എന്ന് പറയുന്നത് ഇവിടെ V0 തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സിൻസ് ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് ഫുള്ളി ചാർജ്ഡ്, സിൻസ് fully charged, what can you write? You can write battery potential or EMF of the battery V എന്ന് പറയുന്നത് V0 തന്നെയാണ്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ T is much greater than RC എന്ന് പറയുന്നുണ്ട്. RC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ടൈം കോൺസ്റ്റന്റ് ആണ്. ആ വളരെ വലിയ ടൈമിൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആവും. ഇനി കപ്പാസിറ്ററിന് എക്രോസ് ഉള്ള ചാർജ് അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡിപ്പോസിറ്റ് ചെയ്ത ചാർജ് Q0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് Q0 CV0 എന്ന് എഴുതാം. നോക്കൂ, ചാർജ് Q0 ഈസ് ഈക്വൽ ടു CV0 ആണ്. ആ ചാർജ് ഈ ബാറ്ററിയിൽ കൂടെ കടന്നുപോയ ചാർജാണ്. Q0 എന്ന് പറയുന്നത് അത് കപ്പാസിറ്ററിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചാർജാണ്. ഇനിയും EC എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നത്. ലുക്ക് അറ്റ് EC എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പം ഞാൻ അത് എഴുതാൻ പോവാം. ECD ഇക്വേഷൻ. EC എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് CV² നമ്മൾ പഠിച്ചിട്ടുള്ളത്. V എന്ന് പറയുന്നത് ഇവിടെ V0 ആണ്. അപ്പോൾ V0². ഇനിയും എനിക്ക് വേണ്ടത് എന്താണ്? റെസിസ്റ്ററിൻ്റെ അക്രോസ് എത്ര എനർജിയാണ് ഡിസിപ്പിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഹീറ്റായിട്ട് എത്രമാത്രം എനർജി റെസിസ്റ്റർ ഡിസിപ്പിയേറ്റ് ചെയ്യുന്നത് എനിക്കറിയണം. അത് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? വർക്ക് ഡൺ ബൈ ദ ബാറ്ററി കണ്ടുപിടിക്കുന്നു. വർക്ക് ഡൺ ബൈ ദ ബാറ്ററിയിൽ നിന്ന് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ഹീറ്റ് ഡിസിപ്പിയേറ്റഡ് അക്രോസ് ദ റെസിസ്റ്റർ എനിക്ക് കിട്ടും. Therefore, work done by the battery. How can you write work done by the battery? Work done by the battery is equal to ആ ബാറ്ററിയിൽ കൂടെ കടന്നുപോയ ചാർജ് അത് Q0 ആണ്. അത് കപ്പാസിറ്ററിൽ ഡിപ്പോസിറ്റ് ചെയ്ത ചാർജ് തന്നെയാണ്. Q0 ടൈംസ് പൊട്ടൻഷ്യൽ അക്രോസ് ദ ബാറ്ററി, ദാറ്റ് ഈസ് V. ഇനി Q0 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, CV0 ആണ്. അതുപോലെ V എന്ന് പറയുന്നത് V0 ഈക്വൽ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ CV0 ഇൻറ്റു V0 അത് എത്ര കിട്ടി? CV0² എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും എനർജി സ്പെൻഡ് ബൈ ദ ബാറ്ററി ഇത്രയും എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എനർജി മാത്രമാണ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള എനർജി ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഹീറ്റ് ഡിസിപ്പിയേറ്റഡ് ED ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ബാറ്ററി മൈനസ് എനർജി ഡിപ്പോസിറ്റ് ഇൻ ദ കപ്പാസിറ്റർ. വാട്ട് ഈസ് ദാറ്റ്? ഹാഫ് CV0² എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്തേ. ജസ്റ്റ് കമ്പയർ ദിസ് ടു എനർജി ഡിപ്പോസിറ്റഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് എനർജി ഡിസിപ്പിയേറ്റഡ്. അത് രണ്ട് ഈക്വൽ ആണെന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ ആ രണ്ട് ഇക്വേഷനിൽ നിന്ന് യു ക്യാൻ റൈറ്റ് ദിസ് വൺ. വാട്ട് ക്യാൻ യു റൈറ്റ്? എനർജി dissipated across the resistor is nothing but energy deposited in the capacitor. എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് ദ എനർജി വിൽ ബി ഡിസിപ്പിയേറ്റഡ്, ഹാഫ് ഓഫ് ദ എനർജി വിൽ ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ കപ്പാസിറ്റർ. അപ്പോൾ 15th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? EC is equal to ED ആണ്. ഇനി 16th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഈ പ്രോസസ്സിൽ എന്താ ചെയ്തത്? ഇൻ എ ഡിഫറെൻറ്റ് പ്രോസസ് വോൾട്ടേജ് ഈസ് ഫസ്റ്റ് സെറ്റ് ടു V0/3 എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ഉണ്ടല്ലോ കുട്ടികളെ, അത് V0/3 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ടോ മെയിൻറ്റെയിൻഡ് ഫോർ ചാർജിങ് T മച്ച് ഗ്രേറ്റർ ദാൻ RC. അപ്പോൾ ഈ കപ്പാസിറ്ററും V0/3 വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്തു? ദെൻ ദ വോൾട്ടേജ് ഈസ് റേസ് ടു 2V0/3. വേറൊരു ബാറ്ററി ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ആദ്യമേ V0/3 ഉള്ള ബാറ്ററി വെച്ച് അതിനെ ചാർജ് ചെയ്തു, പിന്നെ അത് മാറ്റിയിട്ട് 2V0/3 വോൾട്ടേജ് ഉള്ള ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്യുന്നു. അതും ഫോർ എ ലോങ് ടൈം ചാർജ് ചെയ്തു. ഓക്കെ, ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് വൺസ് മോർ ടൈം ബൈ റേസിംഗ് ദ വോൾട്ടേജ് ടു V0. അപ്പം രണ്ടാമത്തെ ബാറ്ററി എടുത്ത് മാറ്റി പിന്നെ ഒരു V0 വോൾട്ടേജ് ഉള്ള ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യാണ്. Capacitor is charged to the same potential V0 in the process 1. അപ്പോൾ പ്രോസസ് 1ൽ V0 പൊട്ടൻഷ്യൽ ഉള്ള ബാറ്ററി മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോസസ് 1ൽ. പക്ഷേ പ്രോസസ് 2ൽ ആദ്യമേ V0/3 ഉള്ള യൂസ് ചെയ്തു, പിന്നെ അത് മാറ്റിയിട്ട് 2V0/3 ഉള്ള യൂസ് ചെയ്തു, പിന്നെ അത് മാറ്റിയിട്ട് V0 ഉള്ളത് നമ്മൾ യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇൻ പ്രോസസ് 2 ടോട്ടൽ എനർജി ഡിസിപ്പിയേറ്റഡ് അക്രോസ് ദ റെസിസ്റ്റർ ED. ഈ റെസിസ്റ്ററിന്റെ അക്രോസ് എത്രമാത്രം എനർജിയാണ് ഡിസിപ്പിയേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടുപിടിക്കുക. ഈ 3 സ്റ്റെപ്പായിട്ട് ഈ ബാറ്ററി ചെയ്ത വർക്ക് കണ്ടുപിടിക്കും. സ്റ്റെപ്പ് 1ൽ എത്ര വർക്ക് ചെയ്തു, സ്റ്റെപ്പ് 2ൽ എത്ര വർക്ക് ചെയ്തു, സ്റ്റെപ്പ് 3ൽ എത്ര വർക്ക് ചെയ്തു. എന്നിട്ട് ഈ കപ്പാസിറ്ററിലെ എനർജി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ റെസിസ്റ്ററിൽ ഡിസിപ്പിയേറ്റ് ചെയ്ത എനർജി നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഡയഗ്രാം പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ആദ്യം V0/3 നമ്മൾ ചാർജ് ചെയ്തു, പിന്നീട് 2V0/3 യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തു, പിന്നെ V0 ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്തു. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എത്രമാത്രം എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, ലെറ്റ് us കൺസിഡർ എനി സ്റ്റെപ്പ് ഇൻ വിച്ച് കപ്പാസിറ്റർ ഈസ് ചാർജ് ഫ്രം ഇനീഷ്യൽ പൊട്ടൻഷ്യൽ VI ടു ഫൈനൽ പൊട്ടൻഷ്യൽ VF. അപ്പം കപ്പാസിറ്ററിലെ VI പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, VF-ലേക്ക് നമ്മൾ അതിനെ ചാർജ് ചെയ്തു. VF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VF ഈസ് ദ EMF ഓഫ് ദ ബാറ്ററി. VF EMF ഉള്ള ബാറ്ററി വെച്ചിട്ട് VI ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എനർജി ഡിസിപ്പിയേറ്റഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനർജി ഡിസിപ്പിയേറ്റഡ് ഡെൽറ്റ ED എന്ന് എഴുതാം. ഡിസിപ്പിയേറ്റഡ് എനർജി ഡിസിപ്പിയേറ്റഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ W വർക്ക് ഡൺ ഇൻ ദാറ്റ് സ്റ്റെപ്പ് ബൈ ദ ബാറ്ററി മൈനസ് ഡെൽറ്റ EC എന്ന് പറയുന്നത് ഡെൽറ്റ EC എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ഒന്നുകൂടെ ഞാൻ പറയാം. Energy dissipated in a particular step is equal to work done by the battery in that step minus energy stored in the capacitor in that step. അപ്പം let me continue. എങ്ങനെയാണ് വർക്ക് ഡൺ ബൈ ദ ബാറ്ററി കണ്ടുപിടിക്കുക? വർക്ക് ഡൺ ബൈ ദ ബാറ്ററി, സപ്പോസ് ഫൈനൽ ചാർജ് ഫ്ലോൺ QF ആണെന്ന് വിചാരിക്കുക. ഇനീഷ്യൽ ചാർജ് QI ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക കപ്പാസിറ്ററിൽ. അപ്പം ഈ സ്റ്റെപ്പിൽ കടന്നുപോയ ചാർജ് QF മൈനസ് QI ആണ്. അത് കടന്നുപോയ പൊട്ടൻഷ്യൽ ഏതാണ്? ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ VF ആണ്, V ഫൈനൽ. ഇതാണ് വർക്ക് ഡൺ ബൈ ദ ബാറ്ററി. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇൻ ദാറ്റ് സ്റ്റെപ്പ്. ഹൗ മച്ച് ഈസ് ദാറ്റ്? ഹാഫ് C V ഫൈനൽ സ്ക്വയർ, അത്ര ഉണ്ടായിരുന്നു ഫൈനൽ എത്തിയപ്പോഴത്തേക്ക്, മൈനസ് ഹാഫ് C V ഇനീഷ്യൽ സ്ക്വയർ. ഹാഫ് C കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ V ഇനീഷ്യൽ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല. QF എന്ന് പറഞ്ഞാൽ എന്താ? QF എന്ന് പറഞ്ഞാൽ CVF ആണ്. C കോമൺ ഔട്ട് ചെയ്യാം, C. ഓക്കെ, പിന്നെ VF മൈനസ് VI ഇൻറ്റു VF മൈനസ് ഹാഫ് C VF സ്ക്വയർ മൈനസ് V ഇനീഷ്യൽ സ്ക്വയർ. ഇനി ഇത് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. What is that? CVF minus CVF VI minus half CVF. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, CVF സ്ക്വയർ. സ്ക്വയർ ഇടാൻ ഞാൻ മറന്നുപോയി.
come back to this. This is what I am telling. You have to multiply also. C VF square. ഇനി ഈ സ്റ്റെപ്പിലേക്ക് വരൂ. ഹാഫ് സി വി എഫ് സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇത് പോസിറ്റീവായി വാട്ട് ഹാഫ് സി വി ഇനീഷ്യൽ സ്ക്വയർ. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. സി ഹിയർ ദിസ് വൺ സി വി എഫ് സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ. ഹാഫ് സി വി എഫ് സ്ക്വയർ സി വി എഫ് സ്ക്വയർ. അപ്പോൾ അത് എത്ര കിട്ടി? ഹാഫ് സി വി എഫ് സ്ക്വയർ മൈനസ് സി വി എഫ് വി ഐ പ്ലസ് ഹാഫ് സി വി ഇനീഷ്യൽ സ്ക്വയർ. ഇനി ഹാഫ് സി ഞാൻ കോമൺ ഔട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഹാഫ് സി കോമൺ ഔട്ട് ചെയ്താൽ വി എഫ് സ്ക്വയർ മൈനസ് 2 വി എഫ് വി ഐ, ബിക്കോസ് ഹാഫ് സി ആണ് ഞാൻ കോമൺ ഔട്ട് ചെയ്തത്, പ്ലസ് വി ഇനീഷ്യൽ സ്ക്വയർ. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് 2ab എന്നുള്ള ഫോമിലാണല്ലോ. അപ്പോൾ ഇത് വി എഫ് മൈനസ് വി ഐ ഹോൾ സ്ക്വയർ ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് ഹാഫ് സി വി എഫ് മൈനസ് വി ഐ ഹോൾ സ്ക്വയർ. ഇത് ഒരു സ്റ്റെപ്പിൽ ഡിസിപ്പിയേറ്റ് ചെയ്ത എനർജിയാണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഈസ് നത്തിങ് ബട്ട് എനർജി ഡിസിപ്പിയേറ്റഡ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പം 3 സ്റ്റെപ്പിലും ഡിസിപ്പിയേറ്റ് ചെയ്ത എനർജി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ടോട്ടൽ എനർജി ഡിസിപ്പിയേറ്റഡ് നമുക്ക് കിട്ടും. ഓക്കെ, therefore total energy dissipated, let me write that, total energy dissipated across the resistor, what is the total energy dissipated across the resistor? ED എന്ന് എഴുതാം. ED is equal to summation of this, what, half C VF minus VI all square. ഹാഫ് സി കോമൺ ഔട്ട് ചെയ്യുക, ഐ മീൻ പുറത്തേക്ക് ഇടാം, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. ഹാഫ് സി ഇൻ ടു സമ്മേഷൻ ഓഫ് വി എഫ് മൈനസ് വി ഐ ഓൾ സ്ക്വയർ. ഓക്കെ, ഇ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് സി അതുപോലെ എഴുതി. ഇനി ഓരോ സ്റ്റെപ്പിലെ വി എഫ് മൈനസ് വി ഐ ഞാൻ എഴുതാൻ പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ വി എഫ് എത്രയാ? V0/3 ആണ്. വി ഇനീഷ്യൽ എത്രയാ? 0 ആണ്. അതിനെ സ്കോർ ചെയ്യാൻ മറക്കരുത്. സെക്കൻഡ് സ്റ്റെപ്പിലോ വി എഫ് എത്രയാ? 2V0/3. 2V0/3. വി ഇനീഷ്യൽ എത്രയാ അതിൻ്റെ? അത് V0/3. അതിനെ സ്കോർ ചെയ്യാൻ മറക്കരുത്. പ്ലസ് ഫൈനൽ സ്റ്റെപ്പിൽ ഫൈനൽ പൊട്ടൻഷ്യൽ V0 ആണ്. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പൊട്ടൻഷ്യൽ എത്രയാ? 3V0 അല്ല 2V0/3. 2V0/3 ആണ്. അതിനെയും സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. ഇനി വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഹാഫ് സി അതുപോലെ എഴുതി, ഹാഫ് സി. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ V0²/9 ഉണ്ട്. അടുത്ത ഫാക്ടറിലും എത്ര കിട്ടുക? V0²/9 കിട്ടി. വീണ്ടും V0²/9 കിട്ടി. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഹാഫ് സി അതുപോലെ എഴുതി. ഇതെത്രയാ? 3V0²/9 കിട്ടി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് CV0²/3 6 എന്ന് കിട്ടി. 3V0²/6. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 3V0²/6 ഇതാ രണ്ടാമത്തെ 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ED ഈസ് ഈക്വൽ ടു CV0²/6. ഓക്കെ, അപ്പോൾ 15th ആൻസർ ഏതായിരുന്നു? EC ഈക്വൽ ടു ED. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.